ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ 4 ഇൻ്റർനാഷണൽ ട്രേഡ് പോളിസിയിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് ദ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ്. അപ്പോൾ ഈ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് എന്താണെന്ന് നോക്കാം. ദ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് ഈസ് ദ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് വേസ്റ്റ് ബിറ്റ്വീൻ കൺട്രീസ് ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്, ഡിസ്പോസൽ ഓർ റീസൈക്ലിംഗ്. Toxic or hazardous waste are often imported by developing countries from developed countries. The World Bank report that a global review of solid waste management describes the amount of solid waste produced in a given country. Specifically, countries which produce more solid waste are more economically developed and more industrialized. The report explains that generally, the higher the economic development and the rate of urbanization, the greater the amount of solid waste produced. Therefore, countries in the global north, which are more economically developed and urbanized, produce more solid waste than global south countries. ഇതിൽ പറയുന്നത് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് എന്നത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡാണ്. ഇത് വേസ്റ്റിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഡിസ്പോസൽ, റീസൈക്ലിങ്ങിനും ഒക്കെ വേണ്ടി കൺട്രികൾക്കിടയിലുള്ള ട്രേഡാണ്. ഇത് ഡേഞ്ചർ ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ദ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് വാട്ട് എ വേസ്റ്റ് എ ഗ്ലോബൽ റിവ്യൂ ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നത് ഓരോ കൺട്രിയും സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ്. മെയിനായിട്ടും മോർ എക്കണോമിക്കലി ഡെവലപ്ഡ് ആൻഡ് മോർ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയ കൺട്രീസാണ് കൂടുതലായി സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നത് ഹയർ എക്കണോമിക് ഡെവലപ്മെൻറ്റും അർബണൈസേഷൻ കൂടുതലുമായ കൺട്രീസിൽ കൂടുതൽ എമൗണ്ട് സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ നോർത്ത് ഏരിയയിലുള്ള കൺട്രീസൊക്കെ എക്കണോമിക്കലി ഡെവലപ്ഡ് ആൻഡ് അർബണൈസ്ഡ് ആയതുകൊണ്ട് അവിടങ്ങളിൽ ഗ്ലോബൽ സൗത്ത് കൺട്രീസിനേക്കാളും കൂടുതൽ സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് അഫക്റ്റ് വിച്ച് countries produce waste and at which magnitude, including geographic location, degree of industrialization, and level of integration into the global economy. Numerous scholars and researchers have linked the sharp increase in waste trading and the negative impacts of waste trading to the prevalence of neoliberal economic policy. With the major economic transition towards neoliberal economic policy in the 1980s, the shift towards free market policy has facilitated the sharp increase in the global waste trade. ഇത് പറയുന്നത് ഇത്തരത്തിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഈ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് കുറച്ച് ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് കൺട്രിയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് അതായത് വലുപ്പം, ജോഗ്രഫിക് ലൊക്കേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അവസ്ഥ, ഗ്ലോബൽ എക്കോണമിയിലുള്ള ലെവൽ ഓഫ് ഇൻ്റഗ്രേഷൻ, ഇത്തരം ഫാക്ടേഴ്സാണ് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് എക്കണോമിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ റിസർച്ച് പറയുന്നത് ഈ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് ലിങ്ക് ചെയ്യുന്നത് നിയോ ലിബറൽ എക്കണോമിക് പോളിസിയുടെ പ്രിവലൻസിലാണ്. ഈ നിയോ ലിബറൽ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ ദ അഡോപ്ഷൻ ഓഫ് ഫ്രീ ട്രേഡ് ഓർ ഫ്രീ മാർക്കറ്റ് പോളിസീസ് ആഫ്റ്റർ ഇൻ ദ ഇയർ 1980s. Given this economic platform of privatization, neoliberalism is based on expanding free trade arguments and establishing open borders to international trade markets. Trade liberalization, a neoliberal economic policy in which trade is completely deregulated, leaving no tariffs, quotas, or other restrictions on international trade, is designed to further developing countries' economies and integrate them into the global economy. Critics claim that although free market trade liberalization was designed to allow any country the opportunity to reach economic success, the consequences of these policies have been devastating for global south countries, especially crippling their economies in servitude to the global north. Even supporters such as the International Monetary Fund progress of integration has been uneven in recent decades.
ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ നിയോ ലിബറൽ എക്കണോമിക് പോളിസീസിൻ്റെ കീഴിൽ എക്കണോമിക് പ്ലാറ്റ്ഫോമിൽ പ്രൈവറ്റൈസേഷൻ വരികയും അത് ഫ്രീ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ കാരണമാവുകയും അങ്ങനെ ബോർഡേഴ്സുകൾക്കൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡ് മാർക്കറ്റ് ഓപ്പൺ ആവുകയും ചെയ്തു. And also, the trade liberalization helps to completely deregulated the trade between countries, mainly in leaving no tariff, quotas or other restrictions. ഇൻ്റർനാഷണൽ ട്രേഡിൽ കൺട്രീസുകൾക്കിടയിലുള്ള ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് അങ്ങനെ ഗ്ലോബൽ എക്കോണമിയിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് ചെയ്യുന്നതിൽ ധാരാളം ക്രിറ്റിസിസംസ് ഉണ്ട്. ഇത് മെയിനായിട്ടും ഗ്ലോബൽ നോർത്ത് കൺട്രീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. IMF ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഗ്ലോബൽ ഇൻ്റഗ്രേഷനെ മെയിനായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത്. Specifically, developing countries have been targeted by trade liberalization policies to import waste as a means of economic expansion. The guiding neoliberal economic policy argues that the way to be integrated into the global economy is to participate in trade liberalization and exchange in international trade markets. Their claim is that smaller countries with less infrastructure, less wealth, and less manufacturing ability should take in hazardous waste as a way to increase profits and stimulate their economies. ഇത് പറയുന്നത് IMF ആർഗ്യൂ ഇറ്റ് ഈസ് എ ഗുഡ് പ്രോസസ് ഫോർ ഡിസ്പോസിങ് ട്രേഡ്. ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാ കാര്യങ്ങൾക്കും ഈ ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് എക്കണോമിക് എക്സ്പാൻഷനും വേണ്ടി ഡെവലപ്പിംഗ് കൺട്രീസ് ഇത്തരത്തിലുള്ള ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ലെസ് ഇൻഫ്രാസ്ട്രക്ചർ, ലെസ് വെൽത്ത്, ലെസ് മാനുഫാക്ചറിങ് എബിലിറ്റി ഒക്കെ ഉള്ള സ്മോൾ കൺട്രീസ് ഇത്തരത്തിലുള്ള ഹസാർഡിയസ് വേസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇത് ഏറ്റെടുക്കാനുള്ള മെയിൻ എയിം ഈ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രോഫിറ്റ്സ് കൂട്ടാനും എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാനും വേണ്ടിയാണ്. നെക്സ്റ്റ്, ആർഗ്യുമെൻറ്റ് സപ്പോർട്ടിംഗ് ഫോർ ഗ്ലോബൽ waste trade. And the first one, current supporters of global waste trade argue that importing waste in an economic transaction which can benefit countries with little to offer the global economy. Countries which do not have the production capacity to manufacture high quality products can import waste to stimulate their economy. ഇതിൽ പറയുന്നത് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് മീൻസ് ദാറ്റ് ദ ഇമ്പോർട്ടിംഗ് ഓഫ് വേസ്റ്റ് ഫ്രം ഡെവലപ്ഡ് നേഷൻ ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് സർട്ടൻ നേഷൻസിന് നല്ലതാണ്. ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ കഴിയാത്ത നേഷൻസ് ഈ വേസ്റ്റുകളുടെ ഇമ്പോർട്ടിലൂടെ എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. The second argument is this position, which is mainly motivated by economies and financial profit in particular, demonstrates the main argument for global waste trade. That is, this global waste trade mainly motivated by economies and financial profits. The last argument is overall the argument for global waste trade rests largely upon a perception that developing countries need to further their economic development. Supporters suggest that in engaging in global waste trade, developing countries of the global south will expand their economies and increase profits. ഇതിൽ നെക്സ്റ്റ് ആർഗ്യുമെൻ്റ് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഇത് വെരി ഹെൽപ്ഫുള്ളാണ് എന്നാണ്. സപ്പോർട്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് എന്തെന്നാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡിൽ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഗ്ലോബൽ സൗത്ത് ഏരിയയിലുള്ള കൺട്രീസിന് എക്കണോമിക് എക്സ്പാൻഷനും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. ദെൻ ക്രിറ്റിക്സ് ഓഫ് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ്. ക്രിറ്റിക്സ് ഓഫ് ഗ്ലോബൽ വേസ്റ്റ് ക്ലെയിംസ് ദാറ്റ് lack of regulation and failed policies have allowed developing nations to become toxic dump yards for hazardous waste. The ever-increasing amounts of hazardous waste being shipped to developing countries increases
the disproportionate risk that the people in these nations face. Critics of the effects of the global waste trade emphasize the enormous amount of hazardous waste that people in poorer countries must deal with. They highlight the fact that most of the world's hazardous waste are produced by Western countries, yet the people who suffer negative health effects from this waste are from poorer countries that did not produce the waste. ഇതുവരെ നമ്മൾ നോക്കിയത് ഗ്ലോബൽ വേസ്റ്റ് ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇനി ഇതിന് കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്, അത് നോക്കാം. ഈ ക്രിറ്റിസിസം ആർഗ്യൂ ചെയ്യുന്നത് എന്തെന്നാൽ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെയും പോളിസീസൊക്കെ ഫെയിൽ ആയതുകൊണ്ടും ഡെവലപ്പിംഗ് നേഷൻസിൽ ഹസാർഡിയസ് വേസ്റ്റ് കൂടുതലായി ഡംപ് ചെയ്യാൻ കാരണമാവുന്നു. ഇത് ഡെവലപ്പിംഗ് കൺട്രീസിലെ പീപ്പിൾസിന് കൂടുതൽ റിസ്ക് ഉണ്ടാക്കുകയും പലതരത്തിലുള്ള ഡിസീസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെവലപ്ഡ് നേഷൻസ് കൂടുതലായി അവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡംപ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫേസ് ചെയ്യുന്നത് അവിടുത്തെ പീപ്പിളാണ്. ഈ ഗ്ലോബൽ വേസ്റ്റ് ട്രേഡ് ഡെവലപ്പിംഗ് കൺട്രീസിന് എക്കണോമിക് എക്സ്പാൻഷനും പ്രോഫിറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ക്രിറ്റിക്സ് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.